ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടുവയെ മയക്കുവെടി വെച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തേക്കടിയിലേക്ക് മാറ്റും. ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ കുറച്ച് ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു, അതൊന്നു കാണാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്, ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായി ദൗത്യം? കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ദൗത്യം ഒരു പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയ്ക്കായി ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയൊക്കെ നടത്തി. ആ ഭാഗത്താണ് കടുവ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ രാവിലെ ഡ്രോൺ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തിയെങ്കിലും അവിടെ കടുവയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുകയാണ്. അവർ മറ്റ് ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് ില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം കടുവ രാത്രി മുഴുവൻ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു വിശദീകരണം. ഒരുപക്ഷെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ദൂരം പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. ഇതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കടുവ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇന്ന് ദൗത്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ട്. പിടിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാരും പേടിച്ചൊക്കെ ഇരിക്കുന്നതാണ്. 2 ദിവസമായി ഇവിടെ വന്നിട്ട് കടുവ അല്ലേ? ഇവിടെ വന്നിട്ട് 2-3 ദിവസത്തോളാവുന്നു. പിന്നെ എല്ലാരും വളരെ രാവിലെ കടുവ കാണുന്നില്ലെന്ന് പറയും. ഇപ്പൊ കാണുന്നില്ലെന്നാണ് പറയുന്നത്. പ്രതീക്ഷയുണ്ട്, കാണും. തീർച്ചയായിട്ടും ആളുകൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ കടുവ പിടികൂടി ഇവിടെ നിന്ന് അത് സംഭവിച്ചിട്ടില്ല. പ്രതീക്ഷയുണ്ടോ? ഇനി പ്രതീക്ഷയുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പിടിക്കാന്ന് പറഞ്ഞ അവര് ഇന്ന് രാവിലെ ഇഞ്ചക്ഷൻ എടുക്കാം എങ്ങനെയും പിടിക്കുമെന്ന് പറഞ്ഞ് കൂടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം കാണുന്നില്ലെന്ന് പറയുക. ഇന്നലെ വൈകിട്ട് തീയൊക്കെ ഇട്ട് ഞങ്ങൾ വിറകൊക്കെ കൊടുത്ത് തീയൊക്കെ ഇട്ടായിരുന്നു. തീയൊക്കെ ഇട്ടിട്ടും ഇപ്പൊ എവിടെ പോയെന്ന് പിടിയില്ല നിന്ന്. നൈറ്റിലൊക്കെ 10 മണിക്കൊക്കെ വന്ന് വിട്ട് നോക്കിയപ്പോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്നില്ലെന്ന് പറയുക. എത്ര മണി വരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു? ഫോറസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. നൈറ്റ് ഫുള്ളായിട്ടുണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും രാത്രി മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും രാവിലെ എന്തായാലും കടുവയെ കാണുന്നില്ല. ഇപ്പൊ ഇവിടെ കൂടൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്രമീകരണങ്ങളോടുകൂടിയാണ് വനംവകുപ്പ് ഇവിടെ കാത്തു നിൽക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളത്. അതൊരു ചാലാണ്, അതൊരു നീർച്ചാലാണ്. ആ നീർച്ചാലിന്റെ 2 സൈഡിലും നിറയെ മരങ്ങളുണ്ട്. അപ്പൊ ആ മരങ്ങൾക്കിടയിൽ മറ്റെവിടെയെങ്കിലും ഈ കടുവ മാറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത്. അപ്പൊ വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ഈ മേഖലയിലൊക്കെ വീണ്ടും പരിശോധന നടത്തണം. പരിശോധന നടത്തി കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ്. ശരി ജയൻ, നമുക്കിനി റേഞ്ച് ഓഫീസറുടെ ഒരു പ്രതികരണം കൂടി കേട്ട് വരാം. നമ്മളിപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ഇപ്പൊ കറന്റ് കിട്ടിയിട്ടില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോ കാണുന്നു അതിനനുസരിച്ചിട്ടുള്ള ടെറൈൻ ഓക്കെയാണ്. മിസ്റ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യും. ഇടുക്കി കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഈ വാർഡ് കണ്ടെയ്ൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ സഹായമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ജയനിലേക്ക് തിരികെ പോകാം. ജയൻ, ഈ ഒരു ദൗത്യം ഒരു പ്രതിസന്ധിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കടുവയെ കണ്ടെത്തണം എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സാധ്യമാകുന്നില്ല എന്നുള്ളത് പ്രതീക്ഷ മങ്ങിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസവും ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. കാരണം ഈ കടുവ ഇതിനപ്പുറത്ത് ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ കൂടൊക്കെ വെച്ച് വനംവകുപ്പ് നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഈ കടുവയെ അവിടെ നിന്ന് കാണാതായി. പിന്നീട് 2 ദിവസം ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഭാഗത്ത് കടുവയെ കണ്ടത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് കടുവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ നോക്കുമ്പോൾ അവിടെ കടുവയില്ല എന്നുള്ളതാണ്. ആ കാണുന്നത് ഒരു ചാലാണ്. അത് ഒരു ചെറിയ നീർച്ചാലാണ്. ആ നീർച്ചാലിന്റെ ഇരുവശത്തും നിറയെ മരങ്ങളുണ്ട്. ആ നീർച്ചാലിലൂടെ വേണമെങ്കിൽ കടുവയ്ക്ക് ആരും കാണാതെ പോകാൻ ഉള്ള ഒരു
പോകാൻ കഴിയും. അപ്പൊ അത്തരമൊരു അങ്ങനെ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. പക്ഷെ അധിക ദൂരം പോകാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ കടുവയുടെ പിൻകാലിൽ മുറിവേറ്റിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വലിയ കടുവയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് ദൗത്യത്തെ ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്.